അവർക്കാக നാനും ഇരുമ്പിലൂരിലെ ഞങ്ങളുടെ എല്ലാ ഊഴിയറുകളും മുട്ടിപ്പാക ജപം പണിനോം. ഒരു 2 വർഷം കൂടെ അവളവും വേണ്ട 2 വർഷം 75 വയസ്സ് വരയ്ക്കും ജീവിക്ക வேண்டும் என்று ஜெபித்தோம். அது நான் அவர்கிட்ட சொன்னேன். அவரும் சரி அப்பச்சா என்று சொன்னார். ஆனால் ദേവസിത്തമോ ഇപ്പടിയായി വിട്ടത്. തനിക്ക് വേണ്ടി ഇരുമ്പിലിയൂരിൽ ഞാനും കുട്ടിവേലക്കാരും 2 വർഷം വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം താൻ 75 വയസ്സ് വരെയെങ്കിലും ജീവിക്കണം എന്നായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ തന്നോട് അറിയിച്ചപ്പോൾ താനും ശരിയപ്പച്ച എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നു. വെളിപ്പെടുത്തുന്ന വിശേഷം 14-ാം അധികാരം 1-ാം വചനത്തെ വാസിപ്പോമാക. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. பின்பு நான் பார்த்தபோது இதோ சியோன் மலையின் மேல் ஆட்டுக்குட்டியானவரையும் அவரோடே கூட அவருடைய பிதாவின் நாமம் தங்கள் நெற்றிகளில் எழுதப்பட்டிருந்த 144,000 பேரையும் நிற்க கண்டேன். தேவனுக்கு மகிமை உண்டாகட்டும். ദൈവത്തിനു മഹത്വം. பரலோக ராஜ்யத்தில் மிகவும் மேன்மையான இடம் സിയോൻ என்பது നമുക്ക് യാവർക്കും தெரியும். സ്വർഗരാജ്യത്തിലെ അതീവ ശ്രേഷ്ഠമായ സ്ഥാനം എന്നത് സിയോൻ എന്നാണെന്ന് നമുക്കറിയാം. അതോട് ചേർന്ന ഒരു മഹിമயான ഇടം താൻ പുതിയ യെരൂശലേം. അതിനോട് അനുബന്ധമായിട്ടുള്ള തേജസ്സേറിയ ഒരു സ്ഥലം തന്നെയാണ് പുതിയ യെരൂശലേം. സിയോനിൽ 144,000 പേരെ നാം പാർക്കുന്നു. ആ സിയോനിൽ നമുക്ക് 144,000 പേരെ കാണാം. അപ്പോൾ അതിൽ ഒരുവരാക അരുമയാന പാസ്റ്റർ ജോസഫ് കുട്ടി അവർ പോയി ചേർന്ന് വിട്ടാർ. അതിൽ ഒരാളായി നമ്മുടെ പ്രിയ പാസ്റ്റർ ജോസഫ് കുട്ടി അവർ ചെന്ന് അവരോട് ചേർന്ന് കഴിഞ്ഞു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. 1 ശമൂവേൽ 3-ാം അധികാരം 3-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഏലി ശമൂവേൽക്ക് ചൊല്ലുകിற ഒരു പകുതിയെ നാം പാർക്കുന്നു. അവിടെ ഏലി ശമൂവേലിനോട് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിളക്ക് അണയുന്നതിനു മുന്തി നീ പടുത്തുകൊൾ. വിളക്ക് അണയ്ക്കുന്നതിന് മുമ്പേ പോയി കിടക്കുക. ശമൂവേൽ പോയി കിടന്ന. ശമൂവേൽ പോയി കിടന്നു. അത് മരുമയാന പാസ്റ്ററുടെ ജീവിതത്തിൽ 100% നിറവേറി വിട്ടത്. പ്രിയ പാസ്റ്ററുടെ ജീവിതത്തിൽ ഇത് 100% സാധ്യമായി തീർന്നു. വിളക്ക് അണയുന്നതിനു മുന്തി പടുത്തുകൊൾ. വിളക്ക് കെടുത്തുന്നതിന് മുമ്പേ പോയി കിടക്കുക. വിളക്ക് എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിയ വിളക്കേയും ഊഴിയ വിളക്കേയും വെളിപ്പെടുത്തുகிறது. ഇവിടെ വിളക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന വിളക്കിനെയും ശുശ്രൂഷയാകുന്ന വിളക്കിനെയും കാണിക്കുന്നു. വരങ്ങളിനാലും കൃപകളിനാലും നിറമ്പി നാം പ്രകാശിക്കുന്നു. നാം വരങ്ങളാൽ കൃപകളാൽ നിറഞ്ഞ് പ്രകാശിക്കുന്നു. നാമേ ഉലകത്തുക്ക് ഒളി എന്ന് വേദത്തിൽ വാസിക്കുന്നു. ബൈബിൾ പറയുന്നു, നാം തന്നെ ലോകത്തിന്റെ വെളിച്ചം. ചുടറുകളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ എന്നും വേദത്തിൽ വാസിക്കുന്നു. നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്ന് ബൈബിളിൽ വായിക്കുന്നു. അതിനാൽ താൻ വെളിപ്പെടുത്തുന്ന വിശേഷം 12-ാം അധികാരത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ചന്ദ്രനിൽ നിൽക്കുന്ന സ്ത്രീ, 12 നക്ഷത്രങ്ങളുള്ള സ്ത്രീ എന്ന് നാം വാസിക്കുന്നു. അതുകൊണ്ടാണ് നാം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ, അവൾ ചന്ദ്രന്റെ മേൽ നിൽക്കുന്നു. ആ സ്ത്രീ അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളാണത്. മുഴുവതും വെളിച്ചം. ദൈവസഭ സർവാംഗം പ്രകാശിതം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്ത വെളിച്ചം പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിലും കാണപ്പെട്ടത്. ആ വെളിച്ചം പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിലും പ്രതിഫലിച്ചു. അവർ എല്ലായിടത്തിലും ദേവനുടെ ഊഴിയ സംബന്ധமாக പുറപ്പെട്ട് വെളിച്ചமாக കാണപ്പെട്ടാർ. ദൈവ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താൻ എല്ലായിടത്തും സഞ്ചരിച്ച് അവിടെയെല്ലാം വെളിച്ചമായി. വെളിച്ചം അണയുന്നതിനു മുന്തി, ആ വെളിച്ചം കെടും മുമ്പേ നീയെ പടുത്തുകൊൾ, നീ പോയി കിടക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அந்த கிருபை உன்னை விட்டு போகிறதுக்கு முந்தி, ആ കൃപ നിന്നെ വിട്ടു പോകും മുമ്പേ, அந்த தேவனோட வல்லமை கிருபா வரங்கள் ഉന്നെ വിട്ടു പോകുന്നതിനു മുന്തി, ദൈവത്തിന്റെ ശക്തിയും കൃപാവരങ്ങളും നിന്നെ വിട്ടു പോകുന്നതിന് മുമ്പ് ഇളൈപ്പാറുതലിൽ പ്രവേശിച്ചു, വിശ്രമത്തിലേക്ക് പ്രവേശിക്കൂ. അപ്പടി അവർ ഇളൈപ്പാറുതലിൽ പ്രവേശിച്ചു. താൻ എങ്ങനെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. എത്രയോ ഊഴിയர்கள், പ്രകാശിത്ത ഊഴിയர்கள் തങ്ങളുടെ പ്രകാശത്തെ നഷ്ടപ്പെടുത്തി പിന്മാറ്റത്തിൽ പോന്നതാക
നാമേ പാർക്കിன்றோம். ഇന്നും പ്രകാശിച്ചതായ എത്രയോ ശുശ്രൂഷകർ തങ്ങളുടെ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി പിന്മാറ്റത്തിൽ പോയതായി നമ്മൾ കാണുന്നു. പ്രകാശിച്ച അനേകർ തങ്ങളുടെ പ്രകാശത്തെ നഷ്ടപ്പെടുത്തിനാർ. ജ്യോതിസുകളായി പ്രകാശിച്ച അനേകർ തങ്ങളുടെ വെളിച്ചത്തെ നഷ്ടമാക്കി. ഊഴിയர்களுം നഷ്ടപ്പെടുത്തിനാറുകൾ, വിശ്വാസികളും നഷ്ടപ്പെടുത്തിനാർ. ശുശ്രൂഷകർ നഷ്ടമാക്കി, വിശ്വാസികളും നഷ്ടമാക്കി. പിൻവാങ്ങി പോവാനാകിൽ അവനുടെ ആത്മാവിൽ എൻ ആത്മാ പ്രിയമായി പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ஆனால் அந்த பின்மாற்றம் வருகிறதுக்கு முந்தி அருமையான பாஸ்டர் ஜோசப் குட்டி அவர்கள் ദേവനുടെ ഇളയിപ്പാറും ഇടത്തിൽ പ്രവേശിച്ചു വിട്ടു. പക്ഷേ ആ പിന്മാറ്റമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പാസ്റ്റർ ജോസഫ് കുട്ടി അവർ ദൈവിക വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. 144,000 പേരിൽ ഒരുവനാകെ കാണപ്പെട്ട ആ 144,000 പേരിൽ ഒരാളായി മാറി. ഒരുവൻ സിയോനാകെ വെളിപ്പെടുவது എപ്പടി? ഒരാൾ എങ്ങനെയാണ് സിയോനായി വെളിപ്പെടുക? 87-ാം സംഗീതം 5-ാം വസനത്തെ വാസിക്കുമ്പോൾ 87-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിച്ചാൽ സിയോനെ കുറിച്ച് അവൻ അതിൽ പിറന്താൻ എന്ന് നാം വാസിக்கிறோம். സിയോനെ കുറിച്ച് അവൻ അവിടെ ജനിച്ചു. ഒരുവൻ സിയോനാക മാറ്റപ്പെട വേണ്ടുമാനാൽ മുതലാമത് സിയോനിൽ പിറക്ക வேண்டும். ഒരാൾ സിയോനായി മാറണമെങ്കിൽ ആദ്യം താൻ സിയോനിൽ ജനിക്കണം. സിയോനിൽ പിറപ്പത് എപ്പടി? എങ്ങനെയാണ് സിയോനിൽ ജനിക്കുവാൻ? വെളിപ്പെടുത്തൽ മൂലமாக അവൻ സിയോനിൽ പിറக்கிறான். വെളിപ്പാടിൽ കൂടെയാണ് സിയോനിൽ ജനിക്കുന്നത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യോസേഫുക്കും വെളിപ്പെടുത്തൽ கிடைத்த ഉടനെ, യോസേഫിന് ആ വെളിപ്പാട് ലഭിച്ചയുടൻ അവൻ തന്റെ വീട്ടാരെയും എല്ലാവരെയും വെറുത്ത് കർത്തരെ നേസിച്ച് ഊഴിയത്തേക്ക് പുറപ്പെട്ടു വந்தார். തന്റെ വീട്ടുകാരെയും മറ്റെല്ലാം വെറുത്ത് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി. അതുവരയ്ക്കും അവർ വീട്ടുകാരെയും എല്ലാരെയും അധികமாக നേസിച്ച് വീട്ടിലെ കാണപ്പെട്ടാർ. അതുവരെ തന്റെ കുടുംബത്തെ വീട്ടുകാരെ സ്നേഹിച്ച് താൻ തന്റെ ഭവനത്തിലായിരുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த വെളിപ്പെടുത്തൽ கிடைத்த ഉടനെ, ആ വെളിപ്പാട് ലഭിച്ചയുടൻ അവർ പുറപ്പെട്ടു വந்தார். താൻ പുറപ്പെട്ടു വന്നു. அந்த வெளிப்படுத்தல் மூலமாக அவர் சியோனில் பிறந்தார். ആ വെളിപ്പാടിൽ കൂടി താൻ സിയോനിൽ ജനിച്ചു. രണ്ടാമത് അവൻ സിയോനാக വെളിപ്പെട വേണ്ടുമാനാൽ, രണ്ടാമതായി താൻ സിയോനായി വെളിപ്പെടണമെങ്കിൽ സിയോനിൽ വളര வேண்டும். താൻ സിയോനിൽ വളരണം. സിയോനിൽ വളരുക എന്ന് சொன்னால் വിശ്വാസൽ വീട്ടിൽ വന്ന് ജീവിപ്പതല്ല. സിയോനിൽ വളരുക എന്ന് പറഞ്ഞാൽ വിശ്വാസ വീട്ടിൽ വന്ന് ജീവിക്കുകയല്ല. முதலாமது സിയോനിൻ ഉപദേശത്തിൽ ജീവിക്കുക. ഒന്നാമതായി സിയോന്റെ ഉപദേശത്തിൽ തന്നെ ജീവിക്കണം. രണ്ടാമത് സിയോനിൻ സ്വഭാവത്തിൽ ജീവിക്കണം. രണ്ടാമതായി സിയോന്റെ സ്വഭാവത്തിൽ ജീവിക്കണം. മൂന്നാമത് സിയോനിൻ താഴ്മയിൽ ജീവിക്കണം. മൂന്നാമതായി സിയോന്റെ താഴ്മയിൽ ജീവിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നാലാമത് സിയോനിൻ സന്തോഷത്തിൽ ജീവിക്കണം. നാലാമതായി സിയോന്റെ സന്തോഷത്തിൽ ജീവിക്കണം. അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണപ്പെടവേ. ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ ദൃശ്യമായിരുന്നു. അവർ സിയോനിൻ ഉപദേശത്തിൽ ജീവിത്താർ. താൻ സിയോന്റെ ഉപദേശത്തിൽ ജീവിച്ചു. സിയോനിൻ ഉപദേശം എന്താണ് സിയോന്റെ ഉപദേശം? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് ക്രിസ്തുവിൻ മനത എന്റെ 1 കൊരിന്ത്യർ 2-ാം അധികാരം 16-ാം വസനത്തിൽ നാം വാസിக்கிறோം. 1 കൊരിന്ത്യർ 2:16 വായിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് കാണാം. ക്രിസ്തുവിൻ മനതെ അറിന്തവൻ യാർ? ക്രിസ്തുവിന്റെ മനസ്സ് ആരാഞ്ഞറിഞ്ഞവനാർ? ഞങ്ങൾക്കോ ക്രിസ്തുവിൻ മനതിരുക്கிறது. ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിൻ മനത എന്ന് ചൊല്ലുമ്പോൾ, ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുമ്പോൾ അത് 4 കാര്യങ്ങളെ വെളിപ്പെടുത്തുகிறது. അത് 4 കാര്യങ്ങളെ കാണിക്കുന്നു. മുതലാമത് ഒന്നാക്കപ്പെടുതൽ. ഒന്നാമതായി ഒന്നാക്കി തീർക്കുക. യോവാൻ 17-ാം അധികാരം 21-ാം വസനത്തിൽ വാസിக்கிறோം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. രണ്ടാമത് ക്രിസ്തുവിൻ മനത എന്നത് പാടുപെടുകിற ജീവിതത്തെ വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി ക്രിസ്തുവിന്റെ മനസ്സെന്നത് കഷ്ടം സഹിക്കുന്ന ജീവിതം. 1 പേതുരു 4-ാം അധികാരം മുതൽ 2 വസനങ്ങളിൽ വാസിக்கிறோം. 1 പത്രോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ. മൂന്നാമത് ഒന്നാക്കപ്പെടുவது എന്നത് ക്രിസ്തുവിൻ താഴ്മയെ വെളിപ്പെടുത്തുന്നു. മൂന്നാമതായി ഒന്നാക്കപ്പെടുക എന്നത് ക്രിസ്തുവിന്റെ താഴ്മയെ കാണിക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധികാരം 5-8 വരെയുള്ള വസനങ്ങളിൽ വാസിക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നാലാമത് ക്രിസ്തുവിൻ മനത എന്നത് ദേവസിത്തം ചെയ്യുന്ന പകുതി എന്ന് നാം വാസിക്കുന്നു. നാലാമതായി ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ദൈവഹിതം ചെയ്യുക എന്നുള്ളത്. എബ്രായർ 10-ാം അധികാരം 5-6 വസനങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:5-6. അപ്പോൾ ഒന്നാക്കപ്പെടുന്നത് ക്രിസ്തുവിൻ മനത്. ആകയാൽ ഏകീഭവിക്കുക എന്നത് ഒന്ന്. സിയോനിൻ ഉപദേശം എന്നത്, സിയോന്റെ ഉപദേശം എന്നത് ഒന്നാക്കപ്പെടുതൽ, ഒന്നായി തീരുക. ദേവന് ഉപദേശങ്ങളിൽ
മേന്മയാൻ ഉപദേശം ഒന്നാക്കപ്പെടുതൽ. ഉപദേശങ്ങളിൽ ശ്രേഷ്ഠമായതാണ് ഒന്നാക്കപ്പെടുന്ന ജാതി വ്യത്യാസമില്ലാமல், ജാതി വ്യത്യാസമില്ലാതെ, വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ, എന്ത വ്യത്യാസമില്ലാതെ, മറ്റ് യാതൊരു വ്യത്യാസവും കൂടാതെ. 2 കൊരിന്ത്യർ 5:17 വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:17 വായിച്ചാൽ, ഒരുവൻ ക്രിസ്തുവുക്കുൾ ഇരുന്നാൽ അവൻ പുതു സൃഷ്ടി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവന്റെ മനത് പുതിയത്, അവന്റെ മനസ്സ് പുതിയത്, എല്ലാ വ്യത്യാസങ്ങൾ മാറ്റപ്പെട്ടത്, എല്ലാ വിവേചനങ്ങൾ മാറ്റപ്പെട്ടു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാലതാ റോമർ 8:6 വാസിക്കുമ്പോൾ, റോമാലേഖനം 8:6 ക്രിസ്തുവിൻ ആവി ജീവനും സമാധാനവും എന്ന് വാസിக்கிறோம். ക്രിസ്തുവിന്റെ ആത്മാവ് ജീവനും സമാധാനവുമാകുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോൾ നാം പുതു സൃഷ്ടിയാക മാറ്റപ്പെടുമ്പോൾ, നാം പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ, പരിശുദ്ധാവിயின் അഭിഷേകത്തിനാലെ மட்டும் தான் പുതു സൃഷ്ടിയാക മാറ്റപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ മാത്രമാണ് നമ്മുടെ മനതെല്ലാം മാറ്റപ്പെടുക. അപ്പോൾ നമ്മുടെ മനസ്സിനെല്ലാം പരിണാമം ഉണ്ടാകും. നമ്മുടെ ചിന്തനകൾ മാറ്റപ്പെടുക, ചിന്തകൾക്ക് മാറ്റം വരും. നമ്മുടെ ചിത്തങ്ങൾ മാറ്റപ്പെടുക, ഇഷ്ടങ്ങൾക്ക് മാറ്റം വരും. നമ്മുടെ അറിந்து കൊള്ളുகிற പകുതി പുരിந்து കൊള്ളുகிற പകുതി മാറ്റപ്പെടുகிறது. നമ്മുടെ അറിവിൻ മേഖലയിലും തിരിച്ചറിവിൻ മേഖലയിലും മാറ്റം, തോറ്റങ്ങൾ മാറ്റപ്പെടുക, വിചാരങ്ങൾ നിരൂപണങ്ങൾക്ക് മാറ്റം, എല്ലാവിധமான എണ്ണങ്ങളും മാറ്റപ്പെടും, സകല ചിന്താഗതികൾക്കും മാറ്റം. മുൻപേ പലവിധமான എണ്ണങ്ങളിനാൽ, മുൻപേ പല വിചാരങ്ങളാൽ, പലവിധமான ചിന്തനകളിനാൽ, പലവിധമായ ചിന്തകളാൽ നമ്മുടെ മനതാനത് യുദ്ധക്കളം പോലെ കാണപ്പെട്ടു. നമ്മുടെ മനസ്സൊരു പോർക്കളമായിരുന്നു. ഞാൻ എന്നെ ചെയ്വേൻ എങ്ക പോവേൻ എന്ന് നീ തടുമാറിന കാലമുണ്ട്. ഞാൻ എന്ത് ചെയ്യും, എവിടെ പോകുമെന്ന് നീ ചഞ്ചലിച്ച കാലം. ഉലകത്താൻ അപ്പടിപ്പെട്ട സൂഴ്നിലയിൽ തർക്കൊലയെ ചെയ്യുക. ലോകമനുഷ്യർ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ നീ പുതു സൃഷ്ടിയാക മാറ്റപ്പെടുമ്പോൾ, പക്ഷെ നീയോ പുതിയ സൃഷ്ടിയാകുമ്പോൾ, സിയോനിൻ ഉപദേശത്തിൽ വളരുമ്പോൾ, സിയോന്റെ ഉപദേശത്തിൽ വളരുമ്പോൾ, ഒന്നാക്കപ്പെടുகிற ഉപദേശത്തിൽ വളരുമ്പോൾ, ഒന്നാക്കപ്പെടലിന്റെ ഉപദേശത്തിൽ വളരുമ്പോൾ മനത് മാറ്റപ്പെടുகிறது. നിന്റെ മനസ്സിൽ മാറ്റം വരും. അതാ ക്രിസ്തുവിൻ മനതെ അറിന്തവൻ യാർ? അതാണ് ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവനാ. ഞങ്ങൾക്കോ അന്ത മനതുണ്ട്. ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സിൽ മഹിമயான ஊழியம் செய்த ஒரு மகா பரிசுத்தவான் தான் നമുക്ക് മുന്നാലെ കാണപ്പെടുகிற പാസ്റ്റർ എം ജോസഫ് കുട്ടി. ഇങ്ങനെയുള്ള മഹത്തായ ശുശ്രൂഷ ചെയ്ത ഒരു മഹാവിശുദ്ധനാണ് നമ്മുടെ മുൻപിലുള്ള പാസ്റ്റർ ജോസഫ് കുട്ടി. അപ്പോൾ ഒന്നാക്കപ്പെടുവത് സിയോനിൻ ഉപദേശം. ആകയാൽ ഒന്നാക്കപ്പെടുക എന്നത് സിയോന്റെ ഉപദേശം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇനി സിയോനിൻ സന്തോഷത്തിൽ വളര വേണ്ടും. അതായി സിയോന്റെ സന്തോഷത്തിൽ വിലയേറപ്പെട്ട സ്വഭാവത്തെ പാർക്കിലും, എല്ലാ വിലയേറിയ സ്വഭാവങ്ങളെക്കാൾ മേന്മயான സ്വഭാവം താൻ സന്തോഷം. ശ്രേഷ്ഠമായ സ്വഭാവമാണ് സന്തോഷം. പ്രസംഗി 3:12 വാസിക്കുമ്പോൾ, സഭാപ്രസംഗി 3:12 മகிழ்ச்சியாயிருப்பതും ഉയിരോട് ഇരിക്കയിൽ നന്മ ചെയ്വതുമേ അല്ലാമൽ ഉലകത്തിൽ വേറെ നന്മയില്ല. ആയുഷ്കാലം സുഖം അനുഭവിക്കുന്നതും സന്തോഷമായിരിക്കുന്നതുമല്ലാതെ ലോകത്തിൽ വേറെ നന്മയില്ല. സന്തോഷമായിരിപ്പത് ദേവസിത്തം. നാം ദൈവത്തിൽ സന്തോഷമായിരിക്കുന്നതാണ് ദൈവഹിതം. നീ മகிழ்ச்சியாயிருப்பതും, നീ ആനന്ദമായിരിക്കുക. ഉയിരോട് ഇരിക്കയിൽ ആയുഷ്കാലത്ത് നന്മ ചെയ്വതുമേ അല്ലാമൽ വേറെ ദേവസിത്തം ഇല്ല. നന്മ ചെയ്യുന്നതുമില്ലാതെ മറ്റൊരു ദൈവഹിതമില്ല. ജോസഫ് കുട്ടി അവർ എപ്പോഴും എന്ത് സൂഴ്നിലയിലും സന്തോഷமாக കാണപ്പെട്ടു. ജോസഫ് കുട്ടി അവർ ഏത് സാഹചര്യത്തിലും എത്രയും സന്തോഷത്തിലായിരുന്നു. കൂട്ടത്തെ നടത്തിനാൽ, താൻ ഒരു യോഗം നടത്തിയാൽ അവർ സന്തോഷമായിരിപ്പത് മറ്റുമല്ല, താൻ സന്തോഷിക്കുക മാത്രമല്ല ജനത്തെയും സന്തോഷപ്പെടുത്തുവാൻ, ജനങ്ങളെല്ലാം സന്തോഷിപ്പിക്കും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാൽ താൻ സന്തോഷ നിരൂപമേ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സന്തോഷത്തിന്റെ ലേഖനം പോലും എഴുതപ്പെട്ടത്. ഫിലിപ്പിയർ നിരൂപം സന്തോഷ നിരൂപം. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിന്റെ ലേഖനം. 14 മുறை നാം വാസിக்கிறோம். അവിടെ 14 പ്രാവശ്യം സന്തോഷമായിരുങ്ങൾ മറുപടിയും சொல்லுகிறேன் സന്തോഷമായിരുങ്ങൾ. സന്തോഷിപ്പീൻ പിന്നെയും പറയുന്നു സന്തോഷിപ്പീൻ. അതിനാൽ താൻ ഫിലിപ്പിയ നിരൂപത്തിക്ക് സന്തോഷ നിരൂപം എന്ന് പേര്. ആകയാൽ ഫിലിപ്പിയ ലേഖനം സന്തോഷ ലേഖനം എന്ന് വിളിക്കപ്പെടുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. സിയോനിൻ സ്വഭാവമാകിയ സന്തോഷത്തിൽ ജോസഫ് കുട്ടി കാണപ്പെട്ടാർ. ജോസഫ് കുട്ടി അവർ സിയോന്റെ സ്വഭാവമായ സന്തോഷത്തിൽ സദാ കാണപ്പെട്ടു. സന്തോഷം താൻ നമ്മുടെ ആരോഗ്യം. ആ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. നീതിമൊഴികൾ 17:22 വാസിക്കുമ്പോൾ, സദൃശവാക്യം 17:22 വായിച്ചാൽ, മகிழ்ச்சி നല്ല ഔഷധം, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം, മുറിந்த ആവിയോ എലുമ്പുകളെ ഉലരപ്പണ്ണ, തകർന്ന മനസ്സ് അസ്ഥിയെ ഉണക്കുന്നു. ആകയാൽ ജോസഫ് കുട്ടി എപ്പോഴും എല്ലാ സൂഴ്നിലയിലും എല്ലാ പ്രശ്ന വേളയിലും
എല്ലാവിധமான ഇക്കട്ടുകളിലും അവർ സന്തോഷமாக കാണപ്പെട്ടു. എല്ലാ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ദുർഘടങ്ങളിലെല്ലാം പാസ്റ്റർ ജോസഫ് കുട്ടി സദാ സന്തോഷവാനായിരുന്നു. മരിക്കുന്നതിന് മുൻപ് വെള്ളിക്കിഴമയിലൂടെ ഞാൻ ഫോണിൽ പേசும்போது തന്റെ മരണത്തിന് മുൻപായി വെള്ളിയാഴ്ച ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. സന്തോഷமாக കാണപ്പെട്ടു. താൻ വളരെ സന്തോഷവാനായിരുന്നു. അപ്പോൾ ഞാൻ சொன்னேன், ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ മാസത്തിലെ പാസ്റ്റേഴ്സ് മീറ്റിംഗിന് വര വേണം. സെപ്റ്റംബർ മാസം പാസ്റ്റേഴ്സ് മീറ്റിംഗിന് വരണം. പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ നിങ്ങൾ ഒരു വേദപാഠം കൊടുക്ക വേണം. പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ ഒരു ബൈബിൾ സ്റ്റഡി കൊടുക്കണം. അപ്പോൾ എനിക്കൊരു കൂട്ടമുണ്ട്. അപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. அந்த மீட்டிங் நான் தருகிறேன். ആ മീറ്റിംഗ് തരാം. முதல் பகுதி நான் எடுக்கிறேன். ആദ്യ ഭാഗം ഞാൻ എടുക്കാം. இரண்டாம் பகுதி வேதபாഠம் நீங்கள் கொடுக்க வேண்டும். അടുത്ത ഭാഗത്തുള്ള വേദപാഠം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ എൻകിட்ட சொன்னார். അപ്പോൾ എന്നോട് പറഞ്ഞു, ശരി അച്ഛാ அப்படியே ആകട്டும். ശരി അച്ഛാ, അങ്ങനെ നടക്കട്ടെ. ഉടനെ അന്യ ഭാഷയിൽ പേസിനാർ. ഉടനെ അന്യഭാഷ പറഞ്ഞു. ഞാനും തൊലപേസിയിൽ അന്യ ഭാഷയിൽ പേസി. ഞാൻ ഫോണിൽ കൂടെ അന്യഭാഷ പറഞ്ഞു. അവർ മരിക്കുമെന്ന് ഞാൻ നനയ്ക്കവില്ല. താൻ മരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിശ്ചയமாக ദേവൻ അവർക്ക് ആയുസ് നീട്ടി കൊടുത്താറെന്ന് ഞാൻ சொன்னேன். തീർച്ചയായും ദൈവം എനിക്ക് ആയുസ് നീട്ടി കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. അവൻ മന മകിഴ്ചിയിൽ കാണപ്പെട്ടാർ. താൻ സന്തുഷ്ട ഹൃദയത്തിൽ, വ്യാധിയിനാൽ ദുഃഖത്തിൽ കാണപ്പെടവില്ല. രോഗത്താൽ താൻ ദുഃഖിതനായിരുന്നില്ല. ദുഃഖത്തിൽ കാണപ്പെടവില്ല. പ്രശ്നങ്ങളിൽ ദുഃഖിതനായിരുന്നില്ല. സൂഴ്നിലയിലും സോർന്നു പോകവില്ല. ഒരു സാഹചര്യത്തിലും തളർന്നില്ല. അവർ എപ്പോഴും ഉത്സാഹമായിരുന്നു. താൻ സദാ ഉത്സാഹവാനായി, സന്തോഷവാനായിരുന്നു. മൂന്നാമത് സിയോനിൽ വളരുക എന്ന് சொன்னால், സിയോനിൽ വളരുക എന്നാൽ സിയോനുடைய താഴ്മയിൽ വളര வேண்டும். സിയോന്റെ താഴ്മയിൽ വളരണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. സിയോനുക്ക് ഒരു താഴ്മയുണ്ട്. സിയോന്റേതായ ഒരു താഴ്മയുണ്ട്. അപ്പോസ്തോലിക ഉപദേശത്തിൻ 7 പടികൾ என்பது പാസ്റ്റർ പോൾ சொல்லும்போது താഴ്മയിൻ 7 പടികൾ എന്ന് சொல்லுவார்கள். അപ്പോസ്തലിക ഉപദേശത്തിന്റെ 7 പടികളെ കുറിച്ച് പാസ്റ്റർ പോൾ പറയുമ്പോൾ താഴ്മയുടെ 7 പടികൾ എന്നാണ് പറയുക. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. സിയോനുക്കും ഒരു താഴ്മയുണ്ട്. സിയോനും ഒരു താഴ്മയുണ്ട്. പിതാവുക്ക് താഴ്മയുണ്ട്. പിതാവിന് താഴ്മയുണ്ട്. കുമാരനുക്കും താഴ്മയുണ്ട്. പുത്രന് താഴ്മയുണ്ട്. ജീവിക്കുന്ന പരിശുദ്ധവാൻകളിലും താഴ്മയുണ്ട്. ജീവിക്കുന്ന വിശുദ്ധന്മാരിലും താഴ്മയുണ്ട്. താഴ്മ എന്ന് എന്താണ് പിതാവിന്റെ താഴ്മ? നാലാഗമം 7-ാം അധികാരം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 6-ാം വാക്യം, 40 വർഷം ദേവൻ ഇസ്രായേൽ മക്കളെ വനാന്തര വഴിയാക നടത്തിനാർ. ദൈവം ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടത്തി. 40 വർഷം അവരോട് കൂടെ വാസം പണിനാർ. ആ 40 അവരുടെ നടുവിൽ വസിച്ചു. നിങ്ങളോട് കൂടെ വാസം പണ്ണുമ്പടിക്ക് നിങ്ങൾ എനിക്കൊരു കൂടാരത്തെ ചെയ്യുവായാക എന്ന് ദേവൻ சொன்னார். ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു കൂടാരം പണിയണമെന്ന് ദൈവം കൽപ്പിച്ചു. அப்படி ஆயத்தப்படுத்தின கூடாரம் தான் ஆசரிப்பு கூடாரம் என்று நமக்கு யாவருக்கும் தெரியும். അങ്ങനെ ഒരുക്കപ്പെട്ട കൂടാരമാണ് സമാഗമന കൂടാരം എന്ന് നമുക്കറിയാമല്ലോ. அந்த கூடாரத்தில் தேவன் தங்கினார். ആ കൂടാരത്തിൽ ദൈവം പാർത്തു. தேவனுடைய தாழ்மையை பாருங்கள். ദൈവത്തിന്റെ താഴ്മ നോക്കൂ. அந்த கூடாரத்தில் தங்கும்போது, ആ കൂടാരത്തിൽ വസിക്കുമ്പോൾ ഉടൻപടിക്ക പെട്ടിയുണ്ട്. നിയമപ്പെട്ടകമുണ്ട്. പരിശുദ്ധ സ്ഥലത്തിലെ പെട്ടിതാൻ ഉടൻപടിക്ക പെട്ടി. അതിവിശുദ്ധ സ്ഥലത്തുള്ള പെട്ടകമാണ് നിയമപ്പെട്ടകം. അതിൽ 2 കെരൂബുകൾ ഉണ്ട്. അതിന്മീതെ 2 കെരൂബുകൾ. കൃപാസനത്തിന്മേൽ അടിപ്പ് വേലയാക ചെയ്യപ്പെട്ട 2 കെരൂബുകൾ. കൃപാസനം അതിനുമീതെ അടിപ്പ് പണിയായി ചെയ്യപ്പെട്ട 2 കെരൂബുകൾ. കെരൂബുകളിൽ മധ്യ ദേവൻ വാസം ആ പണിനാർ. കെരൂബുകളുടെ മധ്യേ ദൈവം വസിച്ചു. എന്നാൽ அந்த പെട്ടി വെக்கிறதுக்கு, 4 പെട്ടകം വയ്ക്കുവാൻ ഒരു കാർപ്പറ്റ് ദേവൻ ചെയ്യവില്ല. ഒരു പരവതാനി ഉണ്ടാക്കാൻ പറഞ്ഞില്ല. ഒന്ന് ഗവനിച്ച് പാരുങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കൂ. പിതാവിൻ താഴ്മയെ പാരുങ്ങൾ. പിതാവിന്റെ താഴ്മയെ നോക്കൂ. തന്റെ പെട്ടി വെക്കുന്നത് മണലിൽ വെക്കുമ്പടി, ആ പെട്ടകം ആ മണലിൽ വയ്ക്കുമ്പോൾ ഒരു 10ക്ക് 10 കാർപ്പറ്റ് ചെയ്യലാം. ഒരു 10 അടി നീളവും വീതിയുമുള്ള ഒരു പരവതാനി ഉണ്ടാക്കാം. സ്ഥലത്തിന് നീളം അകലം എന്നത് 10ക്ക് 10. അതിവിശുദ്ധ സ്ഥലത്തിന്റെ അളവ് എന്നത് 10x10. എത്രയോ തിരകൾ ചെയ്താர்கள். എത്രയോ തിരശീലകൾ ഉണ്ടാക്കി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആരോനുക്ക് 10 വിധமான വസ്ത്രങ്ങളെ ചെയ്താർ. അഹരോന് 10 വിധ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. ഇനി പലവിധமான തിരകളെ ചെയ്താர்கள். പലവിധ തിരശീലകൾ ഉണ്ടാക്കി. തനക്കാക തന്റെ പെട്ടി വയ്ക്കുമ്പടിക്ക് 10ക്ക് 10 ഒരു കാർപ്പറ്റ് ചെയ്തിരിക്കലാം. 4 പെട്ടകം വയ്ക്കേണ്ടതിന് 10x10 ഉള്ളതായ ഒരു പരവതാനി ഉണ്ടാക്കാമായിരുന്നു. എനിക്ക് കാർപ്പറ്റ് വേണ്ട, ആ പരവതാനി വേണ്ട. എന്നുടെ പെട്ടി, ആ പെട്ടകം അത് കതിരമരത്തിനാൽ ചെയ്താലും കൂടെ, കതിരമരം കൊണ്ട് പണിയുന്നുവെങ്കിലും പൊന്നിനാൽ മൂടപ്പെട്ടത്, അതാ പൊന്ന് കൊണ്ട് പൊതിഞ്ഞു. മുഴുവതും പൊന്നാക കാണപ്പെട്ടത്. പുറമെ പൊന്നായി കാണപ്പെടുന്നു. പൊന്നാന ഉടൻപടിക്ക പെട്ടി, ആ പൊന്നായ നിയമപ്പെട്ടകം മണലിൽ വയ്ക്கிறார். വെറും മണലിൽ വയ്ക്കുന്നു. മണലിൽ എവ്വളോ അശുദ്ധം ഇരിക്കലാം. ആ മണലിൽ എത്രയോ മാലിന്യങ്ങൾ കാണും. മണലിൽ 10 പാമ്പുകൾ ഇരിക്കലാം. ചത്തതായ പാമ്പുകൾ കാണപ്പെട്ടു. അശുദ്ധം ഇരിക്കലാം. എത്രയോ മാലിന്യങ്ങൾ കാണേക്കാം.
தான் தேவனுடைய பெட்டியை வைத்தார். അവിടെയാണ് ദൈവത്തിന്റെ പെട്ടകം വെച്ചത്. தேவனுடைய தாழ்மையை பாருங்கள். ദൈവത്തിന്റെ താഴ്മ നോക്കൂ. எவ்வளவு பெரிய தாழ்மையுள்ள தெய்வமே நாம் ஆராதிக்கிற தெய்வம். നാം ആരാധിക്കുന്ന ദൈവം എത്രയോ മഹാ താഴ്മയുള്ളവൻ. அதுதான் சீயோனின் தாழ்மை. അതാണ് സിയോന്റെ താഴ്മ. அதுதான் ஜோசப் குட்டிக்கு എഴുത്തിൻ പ്രകാരം അനേകായിരം പണം கிடைத்தாலும் கூட പാസ്റ്റർ ജോസഫ് കുട്ടിക്ക് അക്ഷരീകമായി ധാരാളം പണം ലഭിച്ചു. ജീവിതം മാറ്റമില്ല. ജീവിതത്തിൽ മാറ്റം വന്നില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവരുടെ ത്യാഗത്തിൽ മാറ്റമില്ല. ത്യാഗത്തിന് മാറ്റം വന്നില്ല. വിശ്വാസ ജീവിതം മാറ്റമില്ല. വിശ്വാസ ജീവിതം മാറ്റിയില്ല. അവരുടെ പ്രതിഷ്ഠയും ജീവിതം മാറവില്ല. പ്രതിഷ്ഠാ ജീവിതം മാറ്റിയില്ല. അതേ താഴ്മയിൽ കാണപ്പെട്ട. ആ താഴ്മയിൽ തന്നെ കാണപ്പെട്ടു. പിതാവിനുടെ താഴ്മയിൽ അവർ കാണപ്പെട്ട. കാരണം പിതാവിന്റെ താഴ്മയിൽ താൻ കാണപ്പെട്ടു. സിയോനിൽ പിറந்தார். കാരണമോ താൻ സിയോനിൽ ജനിച്ചു. അതിനാൽ പിതാവിൻ താഴ്മയിൽ കാണപ്പെട്ട. ആകയാൽ പിതാവിന്റെ താഴ്മയിൽ ജീവിച്ചു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പുതിയ ഏർപ്പാട്ട് പകുതിയിൽ വരുമ്പോൾ പുതിയ നിയമഭാഗത്ത് വരുമ്പോൾ താഴ്മ ഏത് വെളിപ്പെടുത്തുന്നു? താഴ്മ എന്തിനെ കാണിക്കുന്നു? ഫിലിപ്പിയർ 4:11-12 വസനങ്ങളെ വാസിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 4:11-12 വാക്യം. സൂഴ്നിലയിൽ ഇരുന്നാലും ഏത് അവസ്ഥയിലും മനരമ്യമായിരിക്കാൻ ഞാൻ കറ്റുകൊണ്ട് അലംഭാവത്തോടെ മാനസിക സന്തോഷത്തോടെ എപ്പടി നടത്തിനാൽ ദൈവം എന്നെ എങ്ങനെ നടത്തിയാലും ചിലപ്പോ കഷ്ടങ്ങളിലൂടെ നടത്തലാം. ചിലപ്പോൾ കഷ്ടതകളിലൂടെ നടത്തിയേക്കാം. വ്യാധിയിൽ നടത്തലാം. ചിലപ്പോൾ രോഗത്തിൽ കൂടെ നടത്തിയേക്കാം. ചിലപ്പോൾ പ്രശ്നയിൽ നടത്തലാം. ചിലപ്പോൾ പ്രശ്നങ്ങളിൽ കൂടെ വറുമയിൽ നടത്തലാം. ദാരിദ്ര്യത്തിൽ കൂടെ നടത്തിയേക്കാം. ദേവൻ എപ്പടി നടത്തിനാലും ദൈവം എങ്ങനെ നടത്തിയാലും നാം മനരമ്യമായി ജീവിക്ക വേണ്ട. നാം അലംഭാവത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. മനരമ്യമായി ജീവിത്താർ. ജോസഫ് കുട്ടി മാനസിക സന്തോഷത്തോടെ ജീവിച്ചു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതുதான் പിതാവിൻ താഴ്മ. അതാണ് പിതാവിന്റെ താഴ്മ. ഞാനും നീങ്ങളും പെറ്റുകൊള്ള വേണ്ടിയത് അഭിഷേകം. ഞാനും നിങ്ങൾ ഈ താഴ്മ പ്രാപിക്കേണ്ടത് അനിവാര്യം. ദേവൻ നമ്മെ എപ്പടിപ്പെട്ട സൂഴ്നിലയിൽ നടത്തിനാൽ ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ നടത്തിയാലും ചിലപ്പോൾ വ്യാധിയിൽ നടത്തലാം. ചിലപ്പോൾ അത് രോഗത്തിൽ കൂടെ ആകാം. പ്രശ്നയിൽ നടത്തലാം. ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കൂടെ ആകാം. എനിക്ക് ഇപ്പടി സംഭവിക്ക വേണ്ടുമെന്ന കേൾവികൾ ഉന്നയുടെ വാഴ്ക്കയിൽ എഴുമ്പ. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുള്ള ചോദ്യം വന്നേക്കാം. ആനാലും അന്ത പിതാവിനുടെ താഴ്മയിൽ നീ കാണപ്പെടണം. പക്ഷേ ആ പിതാവിന്റെ താഴ്മയിൽ നീ ജീവിക്കൂ. ഉപദ്രവത്തിൻ മധ്യയിൽ നീ സോർന്നു പോകാതെ. കഷ്ടങ്ങളുടെ മധ്യേ തളരരുത്. ഇനി இந்த ஊழியத்துக்கு யாருണ്ട് എന്റെ കേൾവി ഉനക്ക് വേണ്ട. ഇനി ശുശ്രൂഷയ്ക്ക് ആരുണ്ടെന്നുള്ള ചോദ്യം വേണ്ട. ഇത് ദേവനുടെ ഊഴിയം. ഇതാ ദൈവത്തിന്റെ വേല. മറ്റും നടത്തിയ ദേവൻ മേലും இந்த ஊழியத்தை നടത്തുവാൻ. ഇതുവരെ വേല നടത്തിയ ദൈവം ഇനിയും മുന്നോട്ട് നയിക്കും. കൊട്ടാരക്കരയെ നടത്തിയ ദേവൻ മേലും നടത്തുവാൻ. കൊട്ടാരക്കരയെ നടത്തിയ ദൈവം ഇനിയും നടത്തും. നടത്തുവാൻ എന്റെ വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തിയവർ ഹല്ലേലൂയ ചൊല്ലുங்கள். ഹല്ലേലൂയ. ഇത് നമ്മുടെ സഭയുടെ 102ാം വർഷം. നമ്മുടെ സഭയുടെ 102ാം വർഷമാണ്. എത്രയോ പ്രശ്നങ്ങൾ വന്നതുണ്ട്. പ്രശ്നങ്ങൾ എത്രയോ വന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എല്ലാ പ്രശ്നയിലും ദേവൻ നമ്മെ പാതുകാത്ത. സകല പ്രതിസന്ധികളിലും ദൈവം നമ്മെ സംരക്ഷിച്ചു. പരിശുദ്ധവാൻകളെ ദേവൻ പരിശുദ്ധപ്പെടുത്തി എടുത്തുകൊള്ളുകയാണ്. അതാത് സമയത്ത് ദൈവം വിശുദ്ധന്മാരെ വിശുദ്ധീകരിച്ച് ചേർക്കുന്നു. ഞാനും കൂടെ നനയ്ത്ത് ഞാനും ചിന്തിച്ചു 2 വർഷം കൂടെ ഇരുന്നാൽ 2 വർഷം കൂടെ ജീവിച്ചിരുന്നു. കൊട്ടാരക്കരയിൽ 2 വർഷം കൂടെ കൺവെൻഷൻ നടത്തിയിരിക്കണം. കൊട്ടാരക്കരയിൽ 2 കൊല്ലം കൂടെ കൺവെൻഷൻ നടത്താം. ഇന്ത്യയിലും കൺവെൻഷൻ നടത്തിയിരിക്കണം. ലോകത്തിലും കൺവെൻഷൻ നടത്താം. ജോസഫ് കുട്ടി ഒരു പുതിയ ഊഴിയத்துக்காக ദേവൻ നിങ്ങൾക്ക് പയർച്ചി തരുകിன்றார். ജോസഫ് കുട്ടി ഒരു പുതിയ ശുശ്രൂഷയ്ക്കായി ദൈവം പരിശീലനം നൽകുന്നു. ഈ അഭിഷേകം തരപ്പോകുകയാണ്. പുതിയൊരു അഭിഷേകം തരാൻ പോകുന്നു. പുതിയ കൃപകൾ തരപ്പോകുകയാണ്. പുതിയ കൃപ തരാൻ പോകുന്നു. ഇതുവരെക്കും ചെയ്ത ഊഴിയമല്ല. ഇതുവരെ ചെയ്ത വേലയല്ല. ഇനി ഒരു പുതിയ ഊഴിയം ദേവൻ ജോസഫ് കുട്ടിயின் മൂലமாக செய்ய போகிறார். ഒരു പുതിയ ശുശ്രൂഷ കർത്താവ് ജോസഫ് കുട്ടിയിൽ കൂടെ ചെയ്യുവാൻ പോകുന്നു. ஆனால் ജോസഫ് കുട്ടി കടന്നു പോനാ. പക്ഷേ ജോസഫ് കുട്ടി കടന്നു പോയി. ദേവനുടെ ആ തിട്ടം മറ്റുള്ള ഊഴിയர்கள் മൂലமாக ദേവൻ செய்வார் என்ற விசுவாசம் உடையவர்கள் மறுபடியும் ஒரு அல்லேலூயா சொல்லி എല്ലാ വേലക്കാരിൽ കൂടെ ദൈവം നിറവേറ്റുമെന്ന വിശ്വാസമുള്ള ദൈവം നമ്മളെ കൈവിടില്ല. ഇതാ കർത്താവിന്റെ വേല. പ്രശ്നങ്ങൾ വന്നത്, പ്രതിസന്ധികൾ എത്രയോ വന്നു, പോരാട്ടങ്ങൾ വന്നത്, സംഘർഷങ്ങൾ എത്രയോ വന്നു. മഹിമ. ദൈവത്തിന് മഹത്വം. 1941 ആണ്ടിൽ 1941 തിരുവല്ലാവിൽ പെരിയ പോരാട്ടം. തിരുവല്ലായിൽ ഒരു വലിയ പ്രതിസന്ധി വിവരமாக நான் சொல்ல போகிறது വിശദീകരിക്കുന്നില്ല. ஆனால் பாஸ்டர் ஏசி തോമസ് அவர்கள் പാസ്റ്റർ ஏசி തോമസ് അവர்கள்
போராட்டத்தை எல்லாம் மேற்கொண்டார். ആ പ്രതിസന്ധികളെ തരണം ചെയ്തു. ஏசி தோமஸ் அவர்கள் கொட்டாரக்கரையில் வந்தார். പിന്നീട് താൻ കൊട്ടാരക്കരയിൽ വന്നു. கொட்டாரக்கரையிலும் பெரிய போராட்டங்கள், കൊട്ടാരക്കരയിലും വലിയ പ്രതിസന്ധികൾ ജയിത്താർ. അതും ജയിച്ചു. அதுக்கு பிறகு அவரை மாற்றி சென்னைக்கு மாற்றப்பட்டார். പിന്നീട് താൻ ചെന്നൈയിലേക്ക് മാറ്റപ്പെട്ടു. அங்கேயும் பெரிய போராட்டம், അവിടെയും വലിയ പ്രതിസന്ധികൾ. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. ஆனால் அந்த பரிசுத்தவான் பாஸ்டர் ஏசி தோமஸ் அவர்கள் சோர்ந்து போகவில்லை. എന്നാൽ പാസ്റ്റർ എസി തോമസ് എന്ന വിശുദ്ധൻ ക്ഷീണിച്ചില്ല. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. இதுவே கர்த்தருடைய ஊழியம் என்று சொல்லி தைரியமாக ஊழியம் செய்தார். ഇതാണ് ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞ് സധൈര്യം വേല ചെയ്തു. അതേപോലെ ജോസഫ് കുട്ടിയും ஊழியம் செய்தார். അതുപോലെ തന്നെയാണ് ജോസഫ് കുട്ടിയും വേല ചെയ്തത്. പിതാവിന്റെ താഴ്മയെ നാം പെറ്റുകൊള്ളുவோம். പിതാവിന്റെ താഴ്മയെ പ്രാപിക്കാം. இந்த சூழ்நிலையில் தேவன் நம்மை நடத்தினார். ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ കൂടെ നടത്തിയാൽ அந்த சூழ்நிலையில் நாம் மகிழ்ச்சியாக சந்தோஷமாக சமாதானமாக அவரை பின்பற்றுவோம். ആ സാഹചര്യങ്ങളെല്ലാം ആനന്ദ സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെ അനുഗമിക്കാം. നീ സോർന്നു പോകാതെ, നീ തളരരുത്, നീ അധൈര്യപ്പെട്ടു നീ പോകാതെ, അധൈര്യപ്പെടരുത്, കലങ്കാതെ, കലങ്ങരുത്, ഉന്റെ ഹൃദയം കലക്കത്തിക്ക് ഇടം കൊടാതെ, ഹൃദയത്തിൽ കലക്കത്തിന് ഹൃദയം കലങ്കാതിരുപ്പതാക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വിശ്വാസികൾ പിതാവിനിടത്തിലും വിശ്വാസമായി ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ദേവൻ നമ്മുടെ വേലയെ കൈവിട മാട്ടാതെ, ദൈവം നമ്മുടെ വേലയെ കൈവിടില്ല, നടത്തുക, തീർച്ചയായും നടത്തും. അടുത്ത ക്രിസ്തുവിൻ താഴ്മ നമുക്ക് തേവ. അടുത്തതായി ക്രിസ്തുവിന്റെ താഴ്മ വേണം. ക്രിസ്തുവിൻ താഴ്മ എന്താണ് ക്രിസ്തുവിന്റെ താഴ്മ? യെശയ്യാ 45:15 വസനത്തിൽ വാസിക്കുമ്പോൾ, യെശയ്യാ 45:15 என்ன വാസിக்கிறோം? എന്താണ് വായിക്കുന്നത്? വാസിங்க തമിഴിൽ 45:15. ഇസ്രായേലിൻ ദേവനും ഇസ്രായേലിൻ ദേവനും രക്ഷകരുമാകിയ നീർ മെയ്യാകവേ ഉമ്മെ ഉന്നെ മറയ്ത്തുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ ദൈവം രക്ഷിതാവുമായി നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു. മനുഷ്യനാക വെളിപ്പെട്ട നമ്മുടെ ദേവാദി ദേവൻ യേശു ക്രിസ്തു. മനുഷ്യനായി വെളിപ്പെട്ട നമ്മുടെ ദൈവാദി ദൈവം യേശു ക്രിസ്തു. നമ്മുടെ ദൈവം ഒരേ ഒരു ദൈവം താ. നമ്മുടെ ദൈവം ഏകൻ മാത്രം. ஆனால் திருத்துவ ദൈവം മൂന്ന് ആളത്വമുடையவர். എന്നാൽ തൃത്വമായി 3 ആളത്വങ്ങളുള്ളവനായിരിക്കുന്നു. സൃഷ്ടിപ്പുക്കാக ദേവൻ തൃത്വமாக വെളിപ്പെട്ട സൃഷ്ടിയുടെ പ്രവൃത്തികൾക്കായി ദൈവം തൃത്വമായി രണ്ടാമത് ആളത്വം താൻ യേശു ക്രിസ്തു. അതിൽ രണ്ടാമത്തെ വ്യക്തിത്വമാണ് യേശു മൂലமாக ദേവൻ എല്ലാം ചെയ്താർ. തന്നിൽ കൂടെ ദൈവം എല്ലാം സൃഷ്ടിക്കുന്നതിന് മുന്നമേ, എല്ലാറ്റിന്റെയും സൃഷ്ടിക്ക് മുമ്പേ തൃത്വ ദേവൻ മൂന്ന് ആളത്വം ഈ 3 ആളത്വമായ ഒന്നാக പേശിക്കൊണ്ടിരുന്നാர்கள், തമ്മിൽ ഒന്നായി സംഭാഷിച്ചു. അതുതാൻ എഫേസ്യർ 1-ാം 12-ാം വസനം. അതാണ് എഫേസ്യർ 1:12. അങ്ങേ ഒരു ആലോചനയും തീരുമാനം എന്ന 2 പദങ്ങളെ നാം പാർக்கிறோം. അവിടെ ഒരു ആലോചനയും അതിന്റെ നിർണയവും എന്ന 2 പദങ്ങൾ കാണാം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ദേവനുടെ ഒരു ആലോചനയുണ്ട്. ദൈവത്തിന് ഒരു ആലോചനയുണ്ട്. ദേവനുടെ ആലോചന എന്താണ് ദൈവത്തിന്റെ ആലോചന? എഫേസ്യർ 1-ാം അധികാരം 10-ാം വസനം. എഫേസ്യർ 1:10. പരലോകത്തിലുള്ളവர்களுം ഭൂമിയിലുള്ളവர்களுം ഒന്നാക്കപ്പെട வேண்டும். സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേർക്കുക. അതാണ് ദൈവത്തിന്റെ ആലോചന. തനിമയായിരിപ്പത് നല്ലതല്ലേ? നാം ഏകരായിരിക്കുന്നത് നല്ലതല്ല. നമ്മുടെ ദേവനിൽ അൻപ് കാണപ്പെടുகிறது. നമ്മിൽ ദൈവസ്നേഹം കാണപ്പെടുന്നു. അൻപ് തനിമയായിരുന്നാൽ എന്നാ പ്രയോജനം? സ്നേഹം തനിച്ചിരുന്നാൽ എന്ത് പ്രയോജനം? ഇപ്പൊ ഇതൊരു കല്ലായി ഇരിക്കട്ടും, ഇതൊരു കല്ലായിരിക്കട്ടെ, இந்த കല്ലിൽ നെരുപ്പുണ്ട്, ഈ കല്ലിന്റെ ഉള്ളിൽ തീയുണ്ട്. இந்த കല്ല് തനിമയായിരുന്നാൽ, ഈ കല്ല് തനിച്ചിരുന്നാൽ இந்த நெருப்பு வெளிப்பட முடியாது. ആ തീ വെളിപ്പെടില്ല. இந்த நெருப்பு ஒருவருக்கும் பிரயோஜனப்படாது, ആർക്കും പ്രയോജനമുണ്ടാവുകയില്ല. എന്നാൽ இந்த நெருப்பு പ്രയോജനപ്പെട്ട്, പക്ഷേ പ്രയോജനപ്പെടുന്ന ഒരു തീയായി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട വേണ്ടുമാനാൽ, മറ്റുള്ളവർക്ക് ഉപകരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു കല്ല് ഉരുവാക്കപ്പെട வேண்டும். സമാനമായ മറ്റൊരു കല്ല് ആവശ്യം. കല്ല് ഉരുവാക്കപ്പെട வேண்டும். ഒരു കല്ലുണ്ടാക്കപ്പെടണം. മണ്ണാങ്കട്ടി ഉരുവാനാൽ പോരാ, ഒരു മണ്ണാങ്കട്ട ഉണ്ടാക്കിയാൽ പോരാ, അതൊരു കല്ലാകവേ കാണപ്പെട வேண்டும். അതൊരു കല്ല് തന്നെ ആയിരിക്കണം. அந்த കല്ലും இந்த കല്ലും കൂടെ ഉരസും പോത്, ഈ 2 കല്ലും തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ വെളിപ്പെടും, തീ വരുന്നു. അതാ ദേവൻ சொன்னார். ദൈവം പറഞ്ഞത്, തനിമയായിരിപ്പത് നല്ലതല്ല, നാം ഏകരായിരിക്കുന്നത് നല്ലതല്ല, അൻപായിരിக்கிறோம், നാം സ്നേഹമായിരിക്കുന്നു. എല്ലാ അൻപേ പാർക്കലും മേന്മയാൻ അൻപ്, എല്ലാ സ്നേഹത്തെക്കാൾ ശ്രേഷ്ഠമായ സ്നേഹം. அந்த അൻപിലെ മനുഷ്യനെ ഉരുവാക്കുവാമാ, ആ സ്നേഹത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അതുതാൻ തമ്മത് സായലാകവും തമ്മത് രൂപത്തിൻപടിയും മനുഷ്യനെ ഉണ്ടാക്കിനാർ എന്ന് വാസിക്കുന്നു. അതുകൊണ്ടാണ് തന്റെ സാദൃശ്യത്തിലും സ്വരൂപപ്രകാരവും മനുഷ്യനെ നിർമ്മിച്ചത്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം.
എഫേസ്യർ 1:4 വാസിക്കുമ്പോൾ എഫേസ്യ ലേഖനം 1:4 വായിച്ചാൽ, അൻപിൽ പരിശുദ്ധമുള്ളവരും അൻപിൽ കുറ്റമറ്റവരുമായിരിപ്പതற்கு ഉലക തോറ്റத்துக்கு മുന്നമേ ക്രിസ്തുവിൻ നമ്മെ തെരഞ്ഞെടുത്താർ. നാം സ്നേഹത്തിൽ വിശുദ്ധരും സ്നേഹത്തിൽ നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപന മുമ്പേ ക്രിസ്തുവിൽ നമ്മെ മുൻനിയമിച്ചു. ഉലക തോറ്റத்துக்கு മുന്നമേ ക്രിസ്തു കാണപ്പെട്ടാർ. ആകയാൽ ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു. ക്രിസ്തു എന്ന് சொன்னால் അർത്ഥം என்ன? ക്രിസ്തു എന്നാൽ എന്താണ് അർത്ഥം? നമുക്ക് യാവർക്കും தெரியும், അഭിഷക്തർ. നമുക്കറിയാം, അഭിഷിക്തൻ. അപ്പോൾ തൃത്വത്തിൽ രണ്ടാം ദൈവമാകിയ യേശു എപ്പോഴ അഭിഷേകം പണ്ണപ്പെട്ടാർ? തൃത്വത്തിലെ രണ്ടാമനായ യേശു ക്രിസ്തു എപ്പോഴാണ് അഭിഷിക്തനായത്? യോവാൻ സ്നാന്റെ കൈ കീഴിൽ ജ്ഞാനസ്നാനം എടുത്തപ്പോൾ പരിശുദ്ധാവിന്റെ പുറാവാനത് പറന്നു വന്ന് അവരുടെ തലമേൽ ഇരുന്നത്. അപ്പോഴ് യേശു അഭിഷേകം പണ്ണപ്പെട്ടാർ എന്ന് சொல்லுகிறார்கள். ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാന്റെ കൈ കീഴിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുരൂപത്തിൽ യേശുവിന്റെ തലയിൽ വന്നിരുന്നപ്പോഴാണ് അഭിഷേകം പ്രാപിച്ചത്. അല്ല, അപ്പോഴല്ല. നീതിമൊഴികൾ 8:23 വാസിക്കുമ്പോൾ, സദൃശവാക്യം 8:23 വായിക്കുമ്പോൾ, നീതിമൊഴികൾ 8:23 സദൃശവാക്യം 8:23 തമിഴിൽ വാസിங்க. ഭൂമി ഉണ്ടാകും മുന്നും ആദി മുതൽ കൊണ്ടും അനാദിയായി അവർ എന്നെ അഭിഷേകിത്താർ. ഭൂമിയെ നിർമ്മിക്കുന്നതിന് മുമ്പേ പുരാതനമേ അവൻ എന്നെ നിയമിച്ചു, അല്ലെങ്കിൽ അഭിഷേകം ചെയ്തു. ഭൂമി ഉണ്ടാകും മുന്നും, ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ അനാദിയായി അവർ എന്നെ അഭിഷേകിത്താർ. അവൻ എന്നെ അഭിഷേകം ചെയ്തു. എപ്പോൾ അഭിഷേകം എപ്പോഴാണ് യേശു അഭിഷിക്തനായത്? തോറ്റத்துக்கு മുന്നമേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവാക മാറ്റപ്പെട്ടാർ. താൻ അങ്ങനെ ക്രിസ്തുവായി. യേശു ഭൂമിയിൽ വെളിപ്പെട്ടാർ. ആ കർത്താവ് ഭൂമിയിൽ വെളിപ്പെട്ടു. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അതിനകത്ത് യേശുവെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് തോറ്റத்துக்கு മുന്നമേ കുറിക്കപ്പെട്ടാർ. ലോകസ്ഥാപനത്തിന് മുൻപേ തോറ്റം മുതൽ അടിക്കപ്പെട്ട, ലോകസ്ഥാപനം മുതൽ നാൾക്കളിൽ വെളിപ്പെട്ട, ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടു. അതുതാൻ മറിയാൾ വഴിയാക യേശു ഉലകത്തുക്ക് മുഖാന്തരം യേശു ലോകത്തിൽ പ്രത്യക്ഷനായി. മുന്നമേ യേശു അഭിഷേകം പണ്ണപ്പെട്ട, അതിനും എത്രയോ മുന്നമേ യേശു അഭിഷിക്തനായി. അവർ എപ്പോഴും പുറപ്പെട്ടു വന്നാൽ, താൻ എപ്പോഴാണ് പുറപ്പെട്ടു വന്നത്? ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഉലക തോറ്റத்துக்கு മുന്നമേ പുറപ്പെട്ടാറിന്റെ മീക 5:2 കടേസി പകുതിയിൽ വാസിക്കുന്നു. മീഖാ 5:2 വായിക്കുമ്പോൾ അവന്റെ ഉത്ഭവം അത് പുരാതന കാലത്തിന് മുമ്പേ ഉള്ളത്. അവരുടെ പുറപ്പെടുതൽ അനാദി നാൾക്കളാകിയ പൂർവത്തിനുടേത്. യേശു എപ്പോഴും പുറപ്പെട്ടു വന്നു? യേശു എപ്പോഴാണ് പുറപ്പെട്ടു വന്നത്? അനാദികാലങ്ങൾക്ക് മുന്നേ. അവൻ അനാദികാലത്തിന് മുമ്പേ എന്തിന്? ദേവനുടെ ചിത്തം ചെയ്യുമ്പടിയാകും, ദൈവ ഇഷ്ടം ചെയ്യുവാൻ അവർ അനേക അത്ഭുതങ്ങൾ ചെയ്താർ. അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തു. എത്ര അത്ഭുതം ചെയ്താലും, താൻ എത്ര അത്ഭുതം ചെയ്താലും യേശുവിൽ ഒരു താഴ്മ കാണപ്പെട്ടത്. യേശുവിൽ ഒരു താഴ്മയുണ്ടായി. തന്നെ വെളിപ്പെടുത്തവില്ല. താൻ തന്നെ വെളിപ്പെടുത്തിയില്ല. വലിയ അത്ഭുതം ചെയ്യുന്ന മനുഷ്യൻ എന്ന് വെളിപ്പെടുത്തവില്ല. വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന് വെളിപ്പെടുത്തിയില്ല. ഉലകത്തിൽ നാം പാർക്കുമ്പോൾ ചിന്ന ചിന്ന കാര്യങ്ങൾ ചെയ്താൽ തങ്ങളെയേ വെളിപ്പെടുത്തുகிறார்கள். ഇന്ന് ലോകത്തിൽ ചെറിയൊരു കാര്യം ചെയ്താലും അവർ അത് പരസ്യപ്പെടുത്തുന്നു. മീഡിയ മൂലமாக തങ്ങളെ വെളിപ്പെടുത്തുகிறார்கள். മീഡിയയിലൂടെ അവർ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നു. മാർഗങ്ങൾ മൂലமாக തങ്ങളെ വെളിപ്പെടുത്തുகிறார்கள். മറ്റു മാധ്യമങ്ങളിലൂടെ തങ്ങളെ വെളിപ്പെടുത്തുന്നു. അതൊന്നും താഴ്മയല്ല. അത് താഴ്മയല്ല. അതിനാൽ നമ്മുടെ സഭയിൽ അപ്പടിപ്പെട്ട കാര്യങ്ങൾക്ക് നാം ഇടം കൊടുക്കരുതില്ല. അതുകൊണ്ടാ നമ്മുടെ സഭയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടം കൊടുക്കാറില്ല. ഇത് താഴ്മയുള്ള സഭ. യേശു തന്നെ മറൈത്ത് ജീവിച്ചതുപോലെ, യേശു തന്നെ തന്നെ മറച്ച് ജീവിച്ചതുപോലെ മറൈത്ത് ജീവിക്കണം. നാം മറഞ്ഞു ജീവിക്കണം. നാം വെളിപ്പെടുത്തലാകാം. നമ്മെ വെളിപ്പെടുത്തരുത്. എന്ത് ഊഴിയர்களுം തങ്ങളെ വെളിപ്പെടുത്തുകരുത്. ശുശ്രൂഷകരാരും തങ്ങളെ തന്നെ വെളിപ്പെടുത്താറില്ല. പ്രസംഗത്തെ വെളിപ്പെടുത്തുകരുത്. തങ്ങളുടെ പ്രസംഗം വെളിപ്പെടുത്താറില്ല. പാട്ടെ വെളിപ്പെടുത്തുകരുത്. പാട്ട് വെളിപ്പെടുത്തുന്നില്ല. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. നമ്മെ മറൈந்து ജീവിപ്പോമാ. മറഞ്ഞു ജീവിക്കാം. നീ സിയോനാക മാറ്റപ്പെടലാം. അങ്ങനെ സിയോനായി തീരാം. മൂന്നാമത് പരിശുദ്ധവാൻകളിൻ താഴ്മ. മൂന്നാമതായി വിശുദ്ധന്മാരുടെ താഴ്മ. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഭൂമിയിലെ പരിശുദ്ധവാൻകളിൽ മേന്മയാണ് പരിശുദ്ധവാൻ താൻ യോവാൻ സ്നാനകൻ. ഭൂമിയിലെ വിശുദ്ധന്മാരിൽ ശ്രേഷ്ഠനായ ഒരുവനാണ് യോഹന്നാൻ സ്നാനകൻ. 11:11 വാസിക്കുമ്പോൾ, 11:16 വായിക്കുമ്പോൾ, സ്ത്രീകളിൽ പിറന്നവൻ യോവാൻ സ്നാനകനെ പാർക്കലും പെരിയവനാക ഒരുവനും പിറക്കവില്ല എന്ന് യേശു சொன்னார். യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അപ്പൊ സ്ത്രീകളിൽ പിറന്നവർ
யோவான் ஸ்நானகனே பெரியவர் என்று இயேசு சொன்னார். യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപക യോഹന്നാൻ. அந்த யோவான் ஸ்நானகன் ஒரு அற்புதமும் செய்யவில்லை. ആ സ്നാപക യോഹന്നാൻ അത്ഭുതം ചെയ്തില്ല. யோவான் எழுதின சுவிசேஷம் 10ஆம் அதிகாரம் 41ஆம் வசனத்தை வாசிக்கும்போது, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:41 വായിച്ചാൽ, வாசிங்க, அவர் ஒரு அற்புதமும் செய்யவில்லை. യോഹന്നാൻ ഒരു അത്ഭുതവും ചെയ്തില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனால் இயேசு சொன்னார், அவரே பெரிய மனுஷன். യേശു പറഞ്ഞു, താനാണ് ഏറ്റവും വലിയ മനുഷ്യൻ. மோசே எத்தனையோ அற்புதங்கள் செய்தார். മോശ എത്ര അത്ഭുതങ്ങൾ ചെയ്തു. யோசுவா அற்புதங்கள் செய்தார். യോശുവ അത്ഭുതങ്ങൾ ചെയ്തു. ஏலியா தீர்க்கதரிசி, എലിസാ ദീർഘദർശി അനേക അത്ഭുതങ്ങൾ ചെയ്തു. പ്രവാചകന്മാരായ എലിയാവും എലീശായും ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. പരിശുദ്ധവാന്കൾ പലരും പല പല അത്ഭുതങ്ങൾ ചെയ്താர்கள். പഴയ നിയമ ഭക്തന്മാർ പലരും പല അത്ഭുതങ്ങൾ ചെയ്തു. യോവാൻ സ്നാനകൻ ഒരു അത്ഭുതവും ചെയ്യവില്ല. യോഹന്നാൻ സ്നാപകൻ അത്ഭുതമൊന്നും ചെയ്തില്ല. യേശു അവരെ പാർത്ത് சொல்லுகிறார். യേശു അവരെ നോക്കി പറയുന്നു, സ്ത്രീകളിൽ പിറന്നവൻ യോവാനെ പാർക്കലും പെരിയവനാക ഒരുവനും പിറക്കവില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ജനിച്ചിട്ടില്ല. അവനെ വലിയവനാക്കിയത് ആര്? അവന്റെ അത്ഭുതമല്ല, അവന്റെ അത്ഭുതമല്ല, ക്രിയകളല്ല, അവന്റെ പ്രവൃത്തികളല്ല, അവന്റെ താഴ്മയെ അവനെ പെരിയവനാക മാറ്റിനത്. അവന്റെ താഴ്മ അവനെ വലിയവനാക്കി. യോവാൻ 3-ാം അധികാരം 30-ാം വസനത്തെ വാസിക്കുമ്പോൾ, യോഹന്നാൻ 3-ാം അധ്യായം 30-ാം വാക്യം, ഞാനോ സിറുക വേണ്ടും നീരോ വളര വേണ്ടും. ഞാൻ കുറയണം, അവൻ വളരണം. അതുதான் யோவானின் താഴ്മ. അതാണ് യോഹന്നാന്റെ താഴ്മ. ഞാനോ സിറുക വേണ്ടും, ഞാൻ കുറയട്ടെ, നീയോ വളര വേണ്ടും. ക്രിസ്തു വളരട്ടെ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമുക്കുള്ള ഇരിക്കുന്ന ക്രിസ്തു വളരട്ടോ. നമ്മളിലുള്ള ആ ക്രിസ്തു വളരട്ടെ. നമുക്കുള്ള ഇരിക്കുന്ന മാംസം ചെറുകട്ടോ. നമ്മളിലുള്ള ആ ജഡം വളരട്ടോ. ക്രിസ്തു വളരട്ടെ. വിശുദ്ധം വളരട്ടോ. വിശുദ്ധി വളരട്ടെ. താഴ്മ വളരട്ടെ. താഴ്മ വളരട്ടെ. ജയജീവിയം വളരട്ടെ. ജയജീവിതം വളരട്ടെ. ശ്വാസജീവിയം വളരട്ടെ. ശ്വാസജീവിതം വളരട്ടെ. യേശുവെ പോലെ മാറ്റപ്പെടുவோமாக. യേശുവിനെ പോലെ മാറാം. അതുதான் പരിശുദ്ധവാന്കളിൻ താഴ്മ. അതാണ് വിശുദ്ധന്മാരുടെ താഴ്മ. താഴ്മയിൽ നാം കാണപ്പെടുவோம். ആ താഴ്മയിൽ ജീവിക്കാം. அந்த താഴ്മയിൽ കാണപ്പെട്ട ഒരു പെരിയ പരിശുദ്ധവാൻ താൻ പാസ്റ്റർ ജോസഫ് കുട്ടി. ആ താഴ്മയിൽ ജീവിച്ചൊരു മഹാവിശുദ്ധനാണ് പാസ്റ്റർ ജോസഫ് കുട്ടി. அந்த താഴ്മയിൽ ഞാനും നിങ്ങളും കാണപ്പെടുമ്പോഴേക്കും നമ്മെ ഒപ്പുകൊടുப்போம். ഞാനും നിങ്ങൾ ആ താഴ്മയിൽ ജീവിക്കുവാൻ സമർപ്പിക്കാം. அப்படிப்பட்டவர்கள் ദേവവചനത്തിൻപടി ജീവിച്ച്, അങ്ങനെയുള്ളവർ തിരുവചന പ്രകാരം ജീവിച്ച്, സമാധാനത്തിന്റെ ദേവൻ താമേ ഉങ്ങളെ മുற்றிലും പരിശുദ്ധമാക്കുവാറാക. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. ആത്മ ശരീരം മുഴുവനും യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ കുറ്റമറ്റതാകെ ഇരിക്കുമ്പടി കാക്കപ്പെടുവதாக. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതകൾ അനിന്ത്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടട്ടെ. ഉണ്മയുള്ളവർ അവർ അപ്പടി ചെയ്യുവാർ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അയാൾ നമ്മെ താഴ്ത്തി കൊടുപ്പോം. നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം. இந்த പിതാവിൻ താഴ്മ, ഈ പിതാവിന്റെ താഴ്മ, இந்த കുമാരനിൻ താഴ്മ, ഈ പുത്രന്റെ താഴ്മ, இந்த പരിശുദ്ധവാന്കളുടെ താഴ്മ, വിശുദ്ധന്മാരുടെ താഴ്മ എന്റെ ജീവിതത്തിൽ ഉങ്ങൾ ജീവിതത്തിലും കാണപ്പെടുമ്പടിയാക നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുവാൻ നമ്മെ നാം താഴ്ത്തി ഒപ്പുകൊടുക്കും. നമ്മെ തന്നെ താഴ്ത്തി അപ്പടിപ്പെട്ടവர்கள் വചനത്തിൻപടി ജീവിച്ച്, അങ്ങനെയുള്ളവർ വചനപ്രകാരം ജീവിച്ച്, വചനത്തിനാലും ആവിയിനാലും രക്തത്തിനാലും ആവി ആത്മ ശരീരം പരിശുദ്ധമാക്കപ്പെടും. രക്തത്താലും വചനത്താലും ആത്മാവിനാലും ദേഹാത്മദേഹി വിശുദ്ധീകരിക്കപ്പെടും. അപ്പടി അവർ വളർന്ന് വളർന്ന് കുറ്റമറ്റവരാകെ കാണപ്പെടുവാർ. അങ്ങനെ അവർ വളർന്ന് അനിന്ത്യരായി വെളിപ്പെടും. അപ്പടി നാമും നമ്മുടെ ഓട്ടത്തെ ജയത്തുടൻ മുടിപ്പോ. നമുക്ക് നമ്മുടെ ഓട്ടം ജയകരമായി പൂർത്തീകരിക്കാം. നമുക്കുള്ള ആരംഭിച്ച നല്ല വേലയെ പൂർണ്ണപ്പെടുത്തുമ്പടിക്ക് ഒപ്പുകൊടുപ്പോ. നമ്മൾ ആരംഭിച്ച നല്ല പ്രവർത്തിക്കാൻ സമർപ്പിക്കാം. അയാൾ അന്ത വേലയെ ദേവൻ ചെയ്യുവാർ. ദൈവം ആ പ്രവൃത്തി ചെയ്യും. ഒരുവരും കലങ്കാതിരുകൾ, ആരും കലങ്ങരുത്, ഭാരപ്പെടാതിരുകൾ, ആരും ഭാരപ്പെടരുത്. നടത്തിയ ദേവൻ മേലും നടത്തുമ്പടിയാക ഇപ്പോഴത്തെ വല്ലമീൻ അഭിഷേകത്തിനാൽ ഉന്നെ നിറപ്പ പോകും. ഇതുവരെ നടത്തിയത് ഇനി നടത്തുവാൻ നിന്നെ ഒരു ശക്തിയുടെ അഭിഷേകത്താൽ ഇപ്പോൾ നിറയ്ക്കും. നിങ്ങൾക്ക് ഒരു വല്ലമീൻ അഭിഷേകം എനിക്ക് നിങ്ങൾക്ക് ഒരു ശക്തിയുടെ അഭിഷേകം വേണം. പേച്ചല്ല മുഖ്യം, വെറും സംസാരമല്ല വലുത്, അഭിഷേകം മുഖ്യം, അഭിഷേകമാണ് വലുത്. ഒരു നിമിഷം നമ്മെ താഴ്ത്തിയ അഭിഷേകത്തെ പെറ്റുകൊണ്ട് ഒരു നിമിഷം താഴ്ത്തി അഭിഷേകം പ്രാപിക്കാം. നമ്മുടെ കൂട്ടത്തെ മുടിപ്പോമാക. യോഗം അങ്ങനെ അവസാനിപ്പിക്കാം. മൂടുക, എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം.
പരിശുദ്ധ ജോസഫ് കുട്ടി ജീവിച്ചതുപോലെ നമ്മുടെ പാസ്റ്റർ ജോസഫ് കുട്ടി ജീവിച്ചതുപോലെ പരിശുദ്ധവാന്കൾ ജീവിച്ചതുപോലെ വിശുദ്ധന്മാർ ജീവിച്ചതുപോലെ നാമും കൂടെ ജീവിപ്പോമാക. നമുക്കും ജീവിക്കാം. നമ്മിൽ ആരംഭിച്ചവർ നിശ്ചയமாக அந்த வேலையை பூர்ணப்படுத்தும். നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തീർച്ചയായും നിറവേറ്റും. அதுதான் 2 தீமோத்தி 1:14 വാസിക്കും. 2 തിമോത്തിയോസ് 1:14 വായിക്കുമ്പോൾ ഉന്നിൽ ഒപ്പടയ്ക്കപ്പെട്ടത് ഉനക്കുൾ വാസമായിരിക്കും പരിശുദ്ധാവിയിനാൽ കാത്തുകൊൾ എന്ന് നാം വാസിക്കും. ആ നല്ല വഴി നിന്നിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഇവിധமாக 144,000 പേരോടുകൂടെ നാം കാണപ്പെടുമ്പടിയാക ദേവൻ നമുക്ക് ഉദവി ചെയ്യുവാർ. അങ്ങനെ ആ 144,000 പേരോടുകൂടെ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവിക സ്വഭാവങ്ങളുണ്ട്. ആ ദൈവിക സ്വഭാവങ്ങൾ അവർക്കുണ്ട്. அந்த இடத்தில் 10 സ്വഭാവങ്ങളെ നാം പാർക്കും. അവിടെ നമുക്ക് 10 സ്വഭാവങ്ങൾ കാണാം. സ്ത്രീകളാൽ തങ്ങളെ കറപ്പെടുത്താത്തവർ, സ്ത്രീകളാൽ മാലിന്യപ്പെടാത്തവർ, ഭൂമിയിൽ ഇருந்து மீட்கப்பட்டவர்கள், ഭൂമിയിൽ നിന്ന് കുട്ടിയാനവരെ പിൻപറ്റുகிறவர்கள், കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ, അവരുടെ വായിൽ കപടില്ല, വായിൽ ഭോഷ്കില്ല, ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം, അവர்களെ ആട്ടുകുട്ടിയാനവർക്ക് മുൻപാകെ നിൽക്കുകതാണ് കളങ്കമറ്റവർ, കുഞ്ഞാടിന് മുൻപാകെ അവർ നിഷ്കളങ്കർ. அப்படிப்பட்ட பரிசுத்த ஜீவியம் செய்யும்படி நம்மை ஒப்படைப்போம். സമാനമായ വിശുദ്ധ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കാം. വല്ലമീൻ അഭിഷേകത്തിനാൽ എന്നെയും ഉങ്ങളെയും ദേവൻ നിറപ്പ പോകുകയാണ്. ശക്തിയുള്ള അഭിഷേകത്താൽ ദൈവം എന്നെ നിങ്ങളെ ഇപ്പോൾ നിറയ്ക്കും. എനിക്കും ഉങ്ങൾക്കും அந்த അഭിഷേകം தேவை. നമുക്ക് ആ അഭിഷേകം വേണം. എത്ര പേർ அந்த അഭിഷേകത്തെ വാഞ്ചിക്കുന്നു? അഭിഷേകം ആഗ്രഹിക്കുന്നു. அந்த അഭിഷേകം വേണ്ടും എന്ന് എത്ര പേർ വാഞ്ചിക്കുന്നു? അഭിഷേകം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? അഭിഷേകത്തെ പെറ്റുകൊൾ. ആ അഭിഷേകം പ്രാപിക്കാം. നിന്റെ ദുഃഖങ്ങൾ, നിന്റെ കവലകൾ, ഭാരങ്ങൾ, വേദനകൾ എല്ലാം മാറട്ടെ, എല്ലാം മാറട്ടെ, മാറിപ്പോകട്ടെ, നിറമ്പുവമാക. തബാല ധിരായി റബാല ധിരായി റബാല ഷടന മന ധിരായി റബാല ധിരായി. എല്ലാരും കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ കൈകളടിച്ചടിച്ച് ആത്മാവിൽ നിറയാം. നമുക്ക് അഭിഷേകം മുഖ്യം. നമുക്ക് അഭിഷേകം വലുത്. എനിക്ക് അഭിഷേകം തേവ. എനിക്ക് അഭിഷേകം വേണം. അന്യഭാഷയിൽ പേസുങ്ങൾ, അന്യഭാഷയിൽ സംസാരിക്കാം. ശത്രുവാനവൻ വെക്കപ്പെട്ട് ഓടട്ടെ, ശത്രു ലജ്ജിച്ച് പിന്തിരിയട്ടെ, അവൻ ഉന്നെ വിട്ട് വിലകി 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 ഓടട്ടെ, അവനെ വിട്ടകന്നോടി പോകട്ടെ. ഉയർപ്പിക്കണമേ, ഉയർപ്പിക്കണമേ, ഉയർപ്പിക്കണമേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കലക്കങ്ങൾ മാറട്ടെ, കലക്കങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ ദുഃഖങ്ങൾ അകന്നു പോകട്ടെ, സങ്കടങ്ങൾ നീങ്ങട്ടെ. അழைത്ത ദേവൻ ഉണ്മയുള്ളവൻ, വിശ്വസ്തൻ, ഒരുപോലും ഉന്നെ കൈവിട മാട്ടാൻ, ഒരിക്കലും നിന്നെ കൈവിടില്ല. നീ സോർന്നു പോകാതെ, നീ തളരേണ്ട, സോർന്നു പോകാതെ, നീ തളരേണ്ട. ഇത് അഭിഷേകത്തെ പെറ്റുകൊൾ. അഭിഷേകം പ്രാപിക്കൂ. ദേവൻ ഉന്നെ തൊട പോകുകയാണ്. ദൈവം നിന്നെ തൊടുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. റിബില ബൗലാം ഷഡന മന ദിരായി ലബലബ് ഷഡന തബൗറ മന ദിരബല. കലക്കങ്ങൾ മാറട്ടെ, കലക്കങ്ങൾ, എല്ലാ കലക്കങ്ങളും മാറട്ടെ. സമാധാനക്കേട് അകന്നു പോകട്ടെ, സമാധാന രാഹിത്യം മാറട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വൻ
ശക്തിയായി ഇറങ്ങണമേ പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ഇറങ്ങണമേ അഗ്നിസമാനം ആമേൻ. എല്ലാവരും കരങ്ങളെ തട്ടി പാടി ദേവനെ സ്തുതിക്കുന്നു. എല്ലാവരും കൈകളടിച്ച് പാടി ദൈവത്തെ സ്തുതിപ്പിൻ. ഇപ്പോൾ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ഇറങ്ങണമേ പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ഇറങ്ങണമേ അഗ്നിസമാനം ആമേൻ, ആമേൻ, നിജ്ജനം ആമേൻ. ജ്വലിപ്പാൻ അഭിഷേകം അഭിഷേകം. ചെയ്തിടണേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ശക്തിയായി ഇറങ്ങട്ടെ, ശക്തിയായി ഇറങ്ങട്ടെ. വൻ ശക്തിയായി ഇറങ്ങണമേ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ ഇപ്പോൾ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ ഇപ്പോൾ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ ഇപ്പോൾ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ തിബില ബലദറൈ റബ റാംതലൈ റബനാ തിബില ബൗലാ ഛട. അഗ്നി 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 ஆண்டவரே கவலைகள் துக்கங்கள் மாறட்டும் நாங்களும் சியோன் மலையில் காணப்பட ദുഃഖങ്ങൾ சியோன் மலையில் ഞങ്ങൾ സിയോൻ മലയിൽ കാണപ്പെടുക. உதவி செய்வீராக സഹായിക്കണമേ. உதவி செய்வீராக ഞങ്ങളെ സഹായിക്കണമേ. இயேசுவே உதவி செய்யும் യേശുവേ ഞങ്ങളെ സഹായിക്കണമേ. எல்லா துக்கங்கள் மாறட்டும் ദുഃഖങ്ങളെല്ലാം മാറട്ടെ. ஆமென். சிலர் நினைப்பார்கள் ചിലർ ചിന്തിക്കുന്നു இது ஒரு அடக்காராதனை அல்லவா ഇതൊരു അടക്കാരാധനയില്ലേ? ரொம்ப துக்கமாக சோர்வாக அழுது 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 நடத்த வேண்டிய ஆராதனை அல்ல വളരെ ശോകമായിട്ട് ദുഃഖമായിട്ട് കരഞ്ഞുകൊണ്ട് നടത്തേണ്ടതല്ലേ എന്നാണ്. ഇത് അടക്കാരാധന അല്ല ഇത് ഒരു അടക്കാരാധനയേ അല്ല. ഇതാൻ മുടിച്ചൂട്ടും വിഴ ഇതൊരു പട്ടാഭിഷേക മഹോത്സവം. ഇത് മുടിച്ചൂട്ടും വിഴ ഇതൊരു കിരീടധാരണ മഹോത്സവം. നമ്പിക്ക ഇതാണ് പ്രത്യാശ. എത്ര പേർക്ക് നമ്പിക്ക എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? அந்த അഗ്നി അഭിഷേകത്തെ പെറ്റുകൊൾ അഗ്നി അഭിഷേകം പ്രാപിക്കാൻ എന്നുടെ ഓട്ടം ഇതേപോലെ ജയത്തുടൻ ഓടി മുടിക്ക വേണ്ടും. എന്റെ ഓട്ടം ഇതുപോലെ ജയത്തോടെ ഓടി തികയ്ക്കണം. ആമേൻ 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 ആമേൻ. പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ഇറങ്ങണമേ പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ഇറങ്ങണമേ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ ഇപ്പോൾ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ഇറങ്ങണമേ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ വൻ ശക്തിയായി ഇറങ്ങണമേ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ അഗ്നി 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 തീ ഇറങ്ങട്ടെ. അഗ്നി ഇറങ്ങട്ടെ. തീ ഇറങ്ങട്ടെ. തീ ഇറങ്ങട്ടെ. ഇപ്പോൾ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ ഇപ്പോൾ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്തിടണേ ഇപ്പോൾ അഗ്നിസമാനം നിജ്ജനം ജ്വലിപ്പാൻ അഭിഷേകം ആമേൻ. റബലാദെ റൈ റബലാദെ റൈ റബലാദെ റൈ റബലാദെ റിബില ബലാം ഛടന മന മൈതി ബിദ ഭൗലാം ഛടന മനാദിര തറ ബലാം ദലൈ റബ ദലൈ റബന.
അഗ്നി 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 സമാനമായി നിൻ ജനം ജ്വലിപ്പാൻ അഭിഷേകം ചെയ്യണമേ യേശുവേ. ദേവനിന്റെ അടക്കാരാധനയെ പൊറുപ്പെടുത്തപ്പെടിനാൽ സ്തോത്രം பண்ணுவோம். അടക്കാരാധന ദൈവം ഏറ്റെടുത്ത് നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരും കരങ്ങളെ ഉയർത്തി സന്തോഷமாக സ്തോത്രം. എല്ലാവരും കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. അരുമയാന പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിൽ ദേവൻ ചെയ്ത എല്ലാ നന്മകൾക്കാக സ്തോത്രം. പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കൃപയാലെ അവർക്ക് തന്ന മേന്മയാന ആത്മരക്ഷിപ്പുക്കാക സ്തോത്രം. കൃപയാൽ തനിക്ക് ലഭിച്ച ശ്രേഷ്ഠമായ ആത്മരക്ഷയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗീയ அந்த வெளிப்படுத்தல் சீயோனின் வெளிப்படுத்தலை பெற்ற சீயோனில் பிறக்கவும் சீயோனில் வளரவும் சீயோனாக மாற்றப்படவும் தேவன் உதவி செய்தபடியினால் ஸ்தோத்திரம் பண்ணுவோம். വെളിപ്പാട് ലഭിച്ച സിയോനിൽ ജനിച്ച സിയോനിൽ വളർന്ന സിയോനായി തീരുവാൻ കർത്താവ് ഭാഗ്യം ചെയ്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പരലോകത്തിലെ 144,000 പേരോടുകൂടെ ഒരുവരാകെ അവർ കാണപ്പെട്ടാർ. അതற்காக സ്തോത്രം பண்ணுவோம். സ്വർഗ്ഗാസിയോനിലെ 144,000 പേരിൽ ഒരുവനായി താൻ കാണപ്പെടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. அதற்காக அழைக்கப்பட்ட எல்லா தேவ ஊழியர்களுக்காக ஸ்தோத்திரம் பண்ணுவோம். അതിനായി വിളിക്കപ്പെട്ട എല്ലാ ദൈവ ശുശ്രൂഷകർക്കായി സ്തോത്രം ചെയ്യാം. மேலும் அநேகம் ஊழியர்களை தேவன் இந்த மேன்மையான ஐக்கியத்துக்காக ഉപദേശத்துக்காக സിയോനുക്കാக അழைக்க வேண்டும். அதற்காக സ്തോത്രം பண்ணுவோம். ശ്രേഷ്ഠമായ സിയോന്റെ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കുമായി ദൈവം അനേകരെ വിളിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் 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 ஸ்தோத்திரம். இங்கே வந்திருக்கிற எல்லா தேவ ஜனங்களுக்காக ஸ்தோத்திரம் பண்ணுவோம். വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். அருமையான பாஸ்டர் ஜோசப் குட்டியோட ஜேஷ்ட சகோதரனுக்காக அந்த சகோதரிக்காக அவருடைய எல்லா குடும்பங்களுக்காக கரங்களை உயர்த்தி ஸ்தோத்திரம் பண்ணுவோம். പാസ്റ്റർ ജോസഫിന്റെ സഹോദരനായി സഹോദരിക്കായി തന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവരെല്ലാവരെയും ആറുതൽ പെടുത്തിനപടിയാൽ സ്തോത്രം பண்ணுவோம். എല്ലാവരെയും ആശ്വസിപ്പിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കൈവിടാത്ത ദേവൻ നമ്മോട് ഇരിക്കുന്നപടിയാൽ സ്തോത്രം பண்ணுவோம். കൈവിടാത്ത ദൈവം നമ്മോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യാം. ദേവൻ ചെയ്ത എല്ലാ ഉദവികൾക്കാக സ്തോത്രം பண்ணுவோம். ഇതുവരെ ദൈവം ചെയ്ത എല്ലാ സഹായങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം.